2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. വിലപിടിച്ച പല വസ്തുവകകളും സമ്മാനമായി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സൽകർമ്മങ്ങൾ ചെയ്താൽ വളരെ അധികം ഗുണം കിട്ടുന്ന ഒരു കാലമാണിത്. അതായത് വളരെ നല്ല പ്രയോജനങ്ങൾ ധാരാളം ലഭിക്കും. ശരീരത്തിന്റെ വേദന, വാദം ഇവ മാറിക്കിട്ടുന്നു. പല രീതിയിലും ധനലാഭം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ സമയത്ത് നല്ല രീതിയിൽ ശ്രമിച്ചാൽ ധനസമ്പാദ്യം നേടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് വളരെ മൃദുവായി നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പലതും വിജയം കണ്ടെത്തുന്നതിന് സാധിക്കും. മുമ്പൊക്കെ പല തടസ്സം ഉണ്ടായിരുന്ന കുറേയൊക്കെ മാറിക്കിട്ടും. അതുപോലെ മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നു. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നു. അലച്ചിലും ആവലാതിയും മാറിക്കിട്ടുന്നു. ബന്ധുക്കളുടെ വിരോധം മാറി വരുന്നതായി കാണാൻ സാധിക്കുന്നു. ദൈവാധീനമുള്ള ഒരു സമയമാണിത്. ശത്രുക്കളുടെ ശല്യം കുറഞ്ഞു കിട്ടുന്നു. മറ്റുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വരെ കുറവ് കിട്ടുന്നു. ദാമ്പത്യത്തിലുണ്ടായിരുന്ന കലഹങ്ങൾ, തർക്കങ്ങൾ എന്നിവ പരിഹരിച്ച് ഒന്നിക്കുവാൻ സാധിക്കുന്നു. പേരുദോഷം മാറിക്കിട്ടുന്നു. മിക്ക ആൾക്കാരും ഈ മകൻ നക്ഷത്രത്തിലുള്ള മിക്ക ആൾക്കാരും വിദേശവാസമാണ് ഈ സമയം കാണുന്നത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്റെ അഭാവത്തിൽ അധിക ചുമതല വഹിക്കുന്നതിന് ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. വ്യക്തിത്വ പ്രതിസന്ധി വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പേരുദോഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഏത് കാര്യവും വളരെയധികം ആലോചിച്ച് ഒരു നല്ല കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അത് കണ്ടുപിടിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. മിക്കവാറും കാണുന്നത് ഇവിടെ ഫീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടുന്നതിനോ, വിദ്യാഭ്യാസ ലോൺ പാസ്സാകുന്നതിനോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനുള്ള വിസ പേപ്പറുകൾ കിട്ടുന്നതിനുള്ള താമസമോ ഒക്കെ നിങ്ങൾ ശ്രമിച്ചാൽ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അടുത്ത് ഈ മകൻ നക്ഷത്രത്തിന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണിത്. രോഗം, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ ഇവയൊക്കെ ചില മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. യന്ത്രങ്ങളിൽ നിന്നും അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. അന്യ സ്ഥലത്ത് താമസിക്കേണ്ടതായിട്ട് വരാം. അച്ഛനും അമ്മയും സഹിതമായിരിക്കും അങ്ങോട്ടേക്ക് മാറുന്നത്. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് അത്ര നല്ല സമയമാണെന്ന് പറയുവാൻ ഒരു സാധ്യമല്ല. രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ജീവിതം ഒരു പരീക്ഷണം പോലെയാകും. വിദ്യാഭ്യാസത്തിന് തുടരുന്നതിന്, അതായത് വിദ്യാഭ്യാസത്തിൽ ചേരുന്നതിന് വേണ്ടി സ്കൂളിൽ ചേരുന്നതിന് തടസ്സം കാണുന്നില്ല. പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ താമസിച്ച് ആയിരിക്കും ചിലർക്ക് വിദ്യാഭ്യാസം ആരംഭിച്ചതിന് ശേഷം തുടർന്നു പോകുന്നതിന് ചില താമസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് എവിടെയും ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം കടന്നു വരുന്നു. ചെറിയ ഒരു സർജറിയാണ് കാണുന്നത്. മികച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. പല സമ്മാനങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് സർക്കാർ മുതലായ സ്ഥാപനങ്ങളിൽ നിന്നും ചില പ്രതികൂല നടപടികൾ വരുന്നതിന് സാധ്യതയുണ്ട്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് ഈ സമയം യോഗം കാണുന്നുണ്ട്. ചിലർക്ക് വിദേശവാസമാണ് പറഞ്ഞിട്ടുള്ളത്. ഉറ്റ ബന്ധുക്കളിൽ ആരെങ്കിലും മരണപ്പെടുന്നതിന് ഒരു സാധ്യതയുണ്ട്. ശരീരത്തിൽ മുറിവുകൾ, ചതവുകൾ എന്നിവ വരുന്നതിന് സാധ്യതയുണ്ട്. ഈ സമയം കേസുകൾ ഉണ്ടെങ്കിൽ അത് പരാജയം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. വീട് പണി നടത്തുന്നതിനും പാല് കാച്ചി താമസിക്കുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ തുടങ്ങുന്നു. ചിലവയെല്ലാം പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കാത്തതിനാൽ ബന്ധം വേർപിരിയാനായിട്ട് പരസ്പരം തീരുമാനിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. എങ്കിലും കാലക്രമേണ ഉയർച്ചയിൽ എത്തുക തന്നെ ചെയ്യും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരിൽ നിന്നും
നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. രണ്ടാമത് ഒരു വിവാഹം കൂടി കഴിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. പല വിലപിടിച്ച സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകാം. നാൽക്കാലി വളർത്തുന്നവർക്കും വളരെ ഗുണകരമായ ഒരു സമയമാണ്. കലാ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ കഴിവുള്ളവർക്ക് അത് ശോഭിക്കുവാനായിട്ട് ഈ സമയം നല്ലതാണ്. അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാം. 41 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് അധികാരമുള്ള ഒരു പദവി ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. സാമ്പത്തികമായും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാം. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാൻ ഇവിടെയും യോഗം കാണുന്നുണ്ട്. ഈ സമയം വൈദ്യസഹായം ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ചിലർക്ക് ഒരു സർജറി വേണ്ടി വരാം. വയറ് സംബന്ധിച്ച ഒരു സർജറിയാണ് കാണുന്നത്. പിതൃസ്ഥാനീയർക്ക് വിയോഗം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ബന്ധുഗുണം ലഭ്യമാകാം. ആരോഗ്യം ഒരുവിധം നല്ല തൃപ്തികരമായിരിക്കും. ഈ സമയം അന്യദേശവാസവും കാണുന്നുണ്ട് ചിലരില്. 48 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാൻ സാധിക്കുന്നു. ജോലിയിൽ അധ്വാനവും ഉത്തരവാദിത്വവും ഈ സമയം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള പാണ്ഡിത്യ നിമിത്തം അവാർഡ് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയം തെളിഞ്ഞു കാണുന്നുണ്ട്. ഇവിടെ വളരെ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപരമായി വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് വേണ്ടി. എടുത്ത് ചാടിക്കയറി ഒരു ആവേശപ്പെട്ട് ഒരു തീരുമാനം എടുക്കരുത്. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെയധികം വിജയം ലഭിക്കുന്നതായിരിക്കും. അഗ്നിയിൽ നിന്നും ഭയം വരാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സമ്പത്തിനും മറ്റും ഒരു ക്ലേശവും വരുന്നില്ല. ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഗുണകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. 66 വയസ്സിന് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ധാരാളം ധനം കയ്യിൽ വരുന്ന ഒരു സമയമാണ്. തൊഴിൽ, വ്യാപാരം എന്നിവ വളരെ ഗുണകരമായി മുന്നോട്ട് പോകുന്നു. ആരോഗ്യം തൃപ്തികരമാകുന്നു. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിന് ഇവർക്കൊരു യോഗം കാണുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും അംഗീകാരം ലഭ്യമാകാം. ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ സംഭാവന നൽകുവാൻ സാധിക്കുന്നു. കലാ, സാഹിത്യാദി രംഗങ്ങളിൽ ശോഭിക്കാനും പ്രശസ്തി നേടാനും സാധ്യതയുണ്ട്. രാജകീയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഇവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. പൊതുവെ ഒരു നല്ല കാലമാണ് ഇവർക്കുള്ളത്. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. ഇവിടെ ആദിത്യ ഗുരു യോഗം, അത് ആദിത്യ ഗുരു ഗുളിക യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടാക്കുക. ചിലപ്പോൾ വലിയ തടസ്സങ്ങളായിരിക്കും ഉണ്ടാക്കുക. എങ്കിലും ഈ തടസ്സങ്ങളിലൂടെ തന്നെ വലിയ രീതിയിൽ വിജയം കണ്ടെത്തുന്നതിനും സാധ്യതയുണ്ട്. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ എല്ലാം ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു ഈ യോഗം മൂലം. ശക്തമായ രാജയോഗം വഴി ചിലർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ധനവും പ്രശസ്തിയും ഉണ്ടാകുന്നു. ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും ഇവർക്ക് ലഭിക്കുന്നു. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനം ചില സമയങ്ങളിൽ അഹംഭാവം വരാൻ ഒരു സാധ്യത കാണുന്നതിനാൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയെന്ന് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും അതേസമയം ആത്മീയതയിലും തത്വചിന്തയിലും താല്പര്യം വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബന്ധങ്ങളിലെ വിള്ളലുകൾ, അതായത് വിശേഷിച്ചും ദാമ്പത്യ ബന്ധങ്ങളിലും പ്രേമബന്ധങ്ങളിലൊക്കെ ചില സംശയങ്ങൾ, അതായത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ചിലർ എന്നേക്കുമായി പിരിഞ്ഞ് ബന്ധം വേർപെടുത്തി പോകുന്നതിനും ചിലർ കുറച്ചു കാലം അകന്നു നിൽക്കുന്നതിനും സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ അത് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. മാനസികപരമായി ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മനസ്സിന്റെ ഒരു ഭാഗത്ത് ഒരു സമയം തോന്നും ആഡംബര ജീവിതം നയിക്കണമെന്ന്, വേറൊരു സമയം തോന്നും വേണ്ട, അതിൽ വേണ്ട, ആത്മീയതയിലും തത്വചിന്തയിലും ലയിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നും. ഇങ്ങനെ മനസ്സിനാകെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആശയക്കുഴപ്പം, മനസ്സിൽ സംഘർഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനപരമായി ഒരു ചാഞ്ചാട്ടം വരാം. ധാരാളം ധനം കയ്യിൽ വന്നു ചേരും, എങ്കിലും അതിന് അനാവശ്യമായ പാഴ്ചെലവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സൃഷ്ടിപരമായ കഴിവുകൾ, സാഹിത്യ രചനകൾ, നാടകം, അങ്ങനെയൊക്കെയുള്ള കഴിവുകളും ഡാൻസുകളും എന്ത് കഴിവായിരുന്നാലും കലയോടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഗുണമുള്ള ഒരു കാലമാണ്.
ചന്ദ്രരാഹു യോഗം നടക്കുന്നതിനാൽ ഈ യോഗത്തിനെ ഗ്രഹണ യോഗം എന്നാണ് വിളിക്കുന്നത്. അശുഭകരമായ ഈ യോഗം നമ്മുടെ ജീവിതത്തിന്റെ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു യോഗമാണ്. മാനസിക പിരിമുറുക്കം ഉള്ളവർക്ക്, അതായത് ഡിപ്രഷൻ ഉള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കാതെ ഒരു ആശയക്കുഴപ്പത്തിൽ അവർ വിഷമിക്കുന്ന ഒരു സാഹചര്യം കാണാം. സംശയം സ്വഭാവം വരാം. അതായത് മറ്റുള്ള ആളുകളെയും അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും എല്ലാം സംശയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം. ഉറക്കക്കുറവ്, വിഷാദം, ദേഷ്യം എന്നിവ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.